കോഴിക്കോട് അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ച കുഞ്ഞിന് വീണ്ടും അമ്മയുടെ തണൽ. അമ്മയുടെ അപേക്ഷ പ്രകാരം ഓഗസ്റ്റ് 1 കുഞ്ഞിനെ കൈമാറി. മാർച്ച് 4 യുവതി കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചത്. ബെൻസനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, പറയൂ. ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് 4 ആയിരുന്നു യുവതി കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 48 ദിവസങ്ങൾക്ക് ശേഷം ഇതേ യുവതി ആ കുഞ്ഞിനെ തനിക്ക് തിരികെ വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുകയായിരുന്നു. അതിൻ്റെ പരാതി ഉൾപ്പെടെ അവർ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിൽ തിരികെ നൽകുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നപ്പോൾ DNA ടെസ്റ്റ് അനിവാര്യമായിരുന്നു. DNA ടെസ്റ്റിൻ്റെ ഫലം വന്നാൽ മാത്രമേ കുഞ്ഞിനെ തിരികെ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു അതിലെ നിയമം. അതനുസരിച്ച് DNA ടെസ്റ്റ് എടുക്കാൻ ഈ യുവതി എങ്കിലും അവർക്ക് അത് ആ DNA ടെസ്റ്റ് എടുക്കുന്നതിന് 25,000-ഓളം രൂപ ചിലവുണ്ടായിരുന്നു. ആ സാമ്പത്തികം അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം ഇവർ അറിയിക്കുകയും തുടർന്ന് ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആളുകൾ ഇടപെടുകയും ആ പൈസ അവർ നൽകാമെന്ന് അറിയിക്കുകയും തുടർന്ന് ശിശുക്ഷേമ വകുപ്പ് തന്നെ 25,000 രൂപ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് DNA പരിശോധനാ ഫലം വരുമ്പോൾ ഇത് ഈ യുവതിക്ക് അനുകൂലമായിട്ടുള്ള നിലയിലേക്ക് DNA പരിശോധനാ ഫലം വരികയായിരുന്നു. അങ്ങനെയാണ് ഈ മാസം 1 യുവതിക്ക് കുഞ്ഞിനെ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവരുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഇവർ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണെങ്കിലും കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുകയും പിന്നീട് ഇത്തരത്തിൽ DNA പരിശോധനാ ഫലത്തിലൂടെ തിരികെ ലഭിക്കുകയും ചെയ്യുന്ന സംഭവം ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാമിലി.